സ്റ്റോക്ക് ചെയ്ത് ഉള്ളിൽ ഇരിക്കുന്നുണ്ടോ? ഇത് കൊള്ളാവോ? അമ്മക്ക് കൊള്ളാവോ? ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ ഒരു കുട്ടി മിനി വ്ളോഗാണ്. അപ്പോൾ രാത്രിയിലൊരു ഏകദേശം 7:30 ആയിട്ടുണ്ട്. അപ്പോൾ വിഷ്ണുചേട്ടൻ ജോലി കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോകുന്നത് നമ്മുടെ വീടിന് തൊട്ടടുത്തുള്ള മാവേലിക്കരയിൽ ഒരു അടിപൊളി നല്ല ഓഫർ സെയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടത്തേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇത് കറക്റ്റ് ലൊക്കേഷൻ വന്നിട്ട് അപ്പോൾ ആദ്യം നമ്മൾ പോയി സ്ഥലമൊക്കെ നൈസായിട്ട് തെറ്റി പണി വാളിയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ കറക്റ്റായിട്ടുള്ള ലൊക്കേഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മാവേലിക്കര പുതിയകാവ് അമ്പലത്തിന് അവിടുന്ന് കുറച്ചൊന്ന് കിഴക്കോട്ട് മാറിയാണ് ഈ കറക്റ്റ് സ്പോട്ട് എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ വരേണ്ട സ്ഥലം. അപ്പോൾ നമ്മൾ സ്ഥലത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ വിചാരിച്ചാലും ഭയങ്കരമായിട്ട് തിരക്കാണ്. കറക്റ്റ് ഒരു ഉത്സവപ്പറമ്പിലോട്ട് ചെന്നൊരു പ്രതീതിയായിരുന്നു. ചെന്നപ്പോഴും ഒരുപാട് വാഹനങ്ങൾ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്രയും തിരക്കാണെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൂടെ അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ കുറേ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അപ്പം പോലും നമ്മൾ പോകണമെന്ന് വിചാരിച്ചു. പക്ഷേ എന്തൊക്കെയോ കാരണങ്ങളിൽ പോകാൻ പറ്റിയില്ല. ഇന്നാണ് നമുക്ക് അവസരം കിട്ടിയത്. അപ്പോൾ നമ്മൾ അവിടെ ചെന്ന് നമ്മുടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അങ്ങോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കൂടുതലായിട്ടും ഉള്ളത് തുണികളാണ് കേട്ടോ, നമുക്ക് ഇടാനുള്ള ഡ്രസ്സ്, അതേപോലെ തന്നെ പിന്നെ ചവിട്ടി, പിന്നെ നമ്മുടെ കർട്ടൻ, അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് കൂടുതലും ഉള്ളത്. അപ്പോൾ ഇതാണ് നമ്മൾ ചെന്ന് കയറുമ്പോൾ കാണുന്നത്. അത്യാവശ്യം ഭയങ്കരമായിട്ട് തിരക്കുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടാനുസരണം നോക്കിയെടുക്കാം. അതേപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഡൗട്ട്, അതായത് ഏതെങ്കിലുമൊക്കെ ഡ്രസ്സ് എവിടെയാണെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൈസോ അതിൻ്റെ സൈസോ ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ അവിടെ എടുത്തു തരാനുള്ള ആൾക്കാരും ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ സ്വന്തമായിട്ടും എടുക്കാം. അപ്പോൾ ഫസ്റ്റിൽ തന്നെ നമ്മൾ ഈ ഒരു അറ്റത്തൂന്ന് അങ്ങ് സ്റ്റാർട്ട് ചെയ്ത് കിഴക്ക് ഭാഗത്തുനിന്ന് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റിൽ കാണുന്ന കുട്ടികളുടെ സെക്ഷനാണ്. അവിടെ തന്നെ ദേവനൊക്കെ പറ്റിയ അടിപൊളി ടീഷർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ 1.5-2 വയസ്സൊക്കെ ഉള്ള കുട്ടികൾക്ക് പറ്റിയ, ആൺപിള്ളേർക്ക് പറ്റിയ ടീഷർട്ടുകളാണ് ഞാനിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് എൻ്റെ കയ്യിലിരുന്ന ആ ഒരു ടീഷർട്ട് 129 രൂപയിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. പിന്നെ ഈ കാണുന്ന നമുക്ക് വീട്ടിലൊക്കെ ഇടാൻ പറ്റുന്ന കുട്ടി നിക്കർ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. അതിനൊക്കെ 19 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു കുട്ടി ഉടുപ്പ് കുഞ്ഞു പെൺപിള്ളേർക്കൊക്കെ പറ്റിയ അടിപൊളി കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. ആ കുട്ടി ഒരു ഉടുപ്പ് കണ്ടിട്ട് എനിക്ക് സംശയം തോന്നി, ഇതൊക്കെ ഇടാൻ പറ്റിയ കുഞ്ഞുങ്ങളുണ്ടോ എന്ന്. പിന്നെ ഇത് അപ്പുറത്തെ സൈഡിലായിട്ട് അവർ പുതിയ സ്റ്റോക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ദേവനെ താഴെ ഇറക്കിയ പാടെ സ്വന്തമായിട്ട് സെലക്ട് ചെയ്യുമായിരുന്നു. ഇത് മതി അത് മതി എന്ന് പറഞ്ഞ് എല്ലാം ഇറക്കിയിടുമായിരുന്നു. അപ്പോൾ ഇതിലെ ഈ 2 ടീഷർട്ട് ഞങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ കളറും കൊള്ളാം, ദേവന് നന്നായിട്ട് ചേരുന്നുണ്ട്. അപ്പോൾ അത് 129 രൂപയേ ഉള്ളൂ. അപ്പോൾ അതെല്ലാം 2 എടുത്തു. പിന്നെ വീട്ടിലിടാൻ പറ്റിയ കുറച്ച് നിക്കർ ഐറ്റംസൊക്കെ എടുത്തിട്ടുണ്ട് കുഞ്ഞിന് വേണ്ടിയുള്ള. അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ അതെല്ലാം കുഞ്ഞുങ്ങളുടെ സെക്ഷനിലുള്ള വീട്ടിലിടാൻ പറ്റുന്നതും അല്ലാത്ത ജീൻസും കുട്ടി ജീൻസും ഒക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ നമ്മളൊരു ടേണിംഗ് ആണ്. ആ ടേണിങ്ങിന് മുമ്പായിട്ട് അവിടെ കർട്ടൻ ഐറ്റംസും അതേപോലെ തന്നെ ദിവാങ്കോട്ടിൻ്റെ കവറ്, സോഫ സെറ്റിയുടെ കവറ്, ടക്കി, അങ്ങനത്തെ ഉള്ള ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. അവിടെയും നല്ല അത്യാവശ്യം തിരക്കായിരുന്നു. അത് കഴിഞ്ഞ് ഈ ഒരു ബെഡ്ഷീറ്റാണ്. ഇത് 199 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. പക്ഷേ ഇതെനിക്ക് അത്ര വലിയ രസമായിട്ട് തോന്നിയില്ല. അത് കഴിഞ്ഞ് ബെഡ്ഷീറ്റിൻ്റെ ഏരിയയാണ് അങ്ങോട്ട് കിടക്കുന്നത്. അതിൽ നല്ല ക്വാളിറ്റി ഉള്ള ബെഡ്ഷീറ്റുകളും ഉണ്ട്. 99 രൂപ, 149 രൂപ, 599 രൂപ. 599 രൂപയുടെയൊക്കെ ഈ ഒരു അടിപൊളി സെറ്റാണ് കേട്ടോ. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ ഒരു സെറ്റ് വന്നിട്ട് ഇതിനകത്തിൽ ബെഡ് കവർ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ 2 പില്ലോ കവറുമാണ് ഉള്ളത്. അപ്പം ഇതിലെ ഒരു കോംബോ വന്നിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഒരു ബ്ലൂ കളർ. അപ്പം ഞങ്ങൾ അത് ഇഷ്ടപ്പെട്ടു, അത് എടുക്കാനുള്ള പ്ലാനിലായിരുന്നു. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും എടുത്തിട്ട് ആ ഒരു ബെഡ്ഷീറ്റ് കവർ മാത്രമേ ഇങ്ങനെ കടന്നു. അതായത് ഇലാസ്റ്റിക് ആണ് കേട്ടോ, സ്ട്രെച്ചബിൾ ആണ്, നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ബെഡിന് കവർ ഫിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ ഈ ഒരു ബെഡ് കവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ കൂടെ സെറ്റായിട്ടുള്ള ആ ഒരു പില്ലോ കവർ കാണാത്തതുകൊണ്ട് ഞങ്ങളത് അവിടെ വെച്ചിട്ട് പോകുന്നു. പിന്നെ ഇങ്ങോട്ടുണ്ട് 249 രൂപയുടെയാണ് എൻ്റെ കയ്യിലിരിക്കുന്ന ബെഡ്ഷീറ്റ്. അത് പ്യുവർ കോട്ടൺ ആണ്. അപ്പോൾ അതും നല്ലതായിരുന്നു. പിന്നെ വന്നിട്ട് 199 ഒക്കെ വന്നിട്ട് അത് അത്യാവശ്യം ക്വാളിറ്റി കുറവുള്ളതാണ്. പക്ഷേ ഇതൊക്കെ അടിപൊളിയാണ് കേട്ടോ, 249 രൂപ. അപ്പോൾ ചവിട്ടിയാണ് പിന്നീടുള്ള സെക്ഷൻ. അപ്പോൾ 19 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ചവിട്ടികളാണുള്ളത്. 19 രൂപയിൽ തുടങ്ങിയ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള അടിപൊളി ചവിട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. വിഷ്ണുവേട്ടൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു ചവിട്ടിക്ക് വന്നിട്ട് 149 രൂപയാണ്. അതേപോലെ തന്നെ ഞങ്ങൾ പിന്നെ ഒരു ചവിട്ടി നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് വന്നിട്ട് 199 രൂപയാണ്. അപ്പോൾ ഇതിൻ്റെ പുറകുവശം നൈസായിട്ട് റബ്ബറിലാണ് ചെയ്തേക്കുന്നത്, മൊത്തത്തിൽ തുണിയല്ല. അതേപോലെ തന്നെ പിന്നെ അതേ മെറ്റീരിയൽ വരുന്നതുണ്ട്. കുറച്ചും കൂടി ആ റബ്ബറിൻ്റെ കനം, താഴത്തെ റബ്ബറിൻ്റെ കനം കുറച്ചും കൂടി വരുന്നത്. ഇത് വരുമ്പോൾ 349 രൂപയാണ്. അപ്പോൾ ക്വാളിറ്റി കൂടുന്നതനുസരിച്ച് റേറ്റിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. പക്ഷേ അഫോർഡബിളായിട്ട് നമുക്ക് വാങ്ങിക്കാനും പറ്റും കേട്ടോ. 19 രൂപയിൽ മുതൽ 49 രൂപയുടെയൊക്കെ ചവിട്ടിയുണ്ട്. അത് നല്ല
പോലെയാണ്, അത്യാവശ്യം നമുക്ക് ബാത്റൂമിൻ്റെ ഫ്രണ്ടിലൊക്കെ ഇടാൻ പറ്റുന്ന ടൈപ്പ് അങ്ങനത്തെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ചവിട്ടി ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ദേവന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ പഞ്ഞി പോലെ ഇരിക്കുന്ന ചവിട്ടികൾ. അതേപോലെ തന്നെ ഈ ഒരു ബെഡ്ഷീറ്റ് 599 രൂപയാണ്. അടിപൊളിയാണ്. പക്ഷേ നമ്മൾ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തിൽ ഡാമേജ് ഉള്ള ഐറ്റം ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ എടുത്ത് വെച്ച് നോക്കുന്നതിനകത്തിലൊരു ഡാമേജ് ഉണ്ട്. ഇവിടെ ഇങ്ങനെ ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു എൻ്റെ ഹോള് പോലെ ഉണ്ടായിരുന്നു. ചിലതൊക്കെ കരി പോലെ ഇങ്ങനെ വന്നിട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. നല്ല ഐറ്റംസും ഉണ്ട്, അതേപോലെ തന്നെ ബൈ വൺ ഗെറ്റ് വൺ ഓഫറും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ നോക്കുക ഡാമേജ്ഡ് ആയിട്ടുള്ള ഐറ്റം ഉണ്ടോ. അപ്പോൾ ഇത്രയും ക്വാണ്ടിറ്റിയിൽ അവർ പറയുന്നത് അവർ കമ്പനിയിൽ നിന്നും ഡയറക്റ്റ് സ്റ്റോക്ക് ഇറക്കുന്നതാണ്. അപ്പോൾ കമ്പനിയിലെ വിലയിൽ നമുക്ക് സാധനങ്ങൾ എടുക്കാമെന്നാണ്. അതേപോലെ തന്നെ ഞാനിപ്പോൾ നോക്കുന്നത് ദേവൻ്റെയൊക്കെ പ്രായത്തിന് പറ്റിയ കുഞ്ഞുങ്ങൾക്കുള്ള അടിപൊളി പ്രിൻറ്റഡ് ഷർട്ട് ഉണ്ടായിരുന്നു. അത് അടിപൊളി കളക്ഷൻ ആയിരുന്നു കേട്ടോ. അടിപൊളിയായിട്ടുള്ള പ്രിൻറ്റഡ് കളക്ഷൻ ഒരുപാടുണ്ട്. കുഞ്ഞുങ്ങൾക്ക് പറ്റിയ ആൺപിള്ളേർക്ക് പറ്റിയ ഒരുപാട് പ്രിൻറ്റഡ് കളക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ പെൺകുഞ്ഞുങ്ങൾക്ക് പറ്റിയ ഫ്രോക്കും ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ വരുമ്പോഴത്തേക്കിനും ക്രോപ്പ് ടോപ്സ് ആണ്. നമ്മുടെ പ്രായത്തിന് പറ്റിയ പെൺപിള്ളേർക്ക് പറ്റിയ അടിപൊളി ക്രോപ്പ് ടോപ്സ് ഉണ്ട്. ഇഷ്ടം പോലെ ലെഗിൻസിൻ്റെ കൂടെയും ജെഗിൻസിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്യാൻ പറ്റുന്ന, ജീൻസിൻ്റെ കൂടെയൊക്കെ ഇടാൻ പറ്റുന്ന അടിപൊളി ക്രോപ്പ് ടോപ്സ് ഉണ്ടായിരുന്നു. അത്രയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞങ്ങൾ നന്നായിട്ട് വെള്ളം കുടിച്ചു കേട്ടോ. നന്നായിട്ട് സമയം പോകുന്നത് നമ്മൾ അറിയുന്നില്ല. ഇതൊക്കെ ഇങ്ങനെ നോക്കി, അതായത് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് പർച്ചേസിങ് ആയതുകൊണ്ട് നമ്മൾ സമയം നോക്കുന്നേ ഇല്ല, സമയം പൊക്കോണ്ടേ ഇരിക്കുമായിരുന്നു. പക്ഷെ നന്നായിട്ട് ദാഹം ഉണ്ടായിരുന്നു. പിന്നെ അച്ഛനും മോനും കൂടി വെളിയിൽ പോയി വെള്ളം കുപ്പിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. അത് കഴിഞ്ഞപ്പോൾ ഈ ഒരു പ്രിൻറ്റഡ് ഷർട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, വിഷ്ണു ചേട്ടൻ്റെ ഒക്കെ. അപ്പോൾ വിഷ്ണു ചേട്ടൻ വന്നിട്ട് ട്രാക്ക് സ്യൂട്ട് ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. 99, 199, 399 ആ ഒരു റേഞ്ചിലൊക്കെ വരുന്ന അടിപൊളി ട്രാക്ക് സ്യൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ട്രാക്ക് സ്യൂട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ വിഷ്ണു ചേട്ടൻ്റെ ഒക്കെ ഒരു ഏജിൽ പറ്റി, അതായത് XL, L സൈസൊക്കെ ഉണ്ടെങ്കിൽ ടീഷർട്ടിൻ്റെ കളക്ഷൻസ് ഒരുപാടുണ്ട്. M സൈസിനൊക്കെ കുറവാണ്. ഇപ്പോൾ ടീഷർട്ടുണ്ട്, അതേപോലെ തന്നെ പ്രിൻറ്റഡ് ഷർട്ടുകൾ XLലും Lലും ഒക്കെ ഉള്ള ഒരുപാട് പ്രിൻറ്റഡ് ഷർട്ട് ആൺപിള്ളേർക്കും ഉണ്ട്. പിന്നെ പെൺകുട്ടികൾക്ക് വന്നിട്ട് അപ്പോൾ ഇത് പറയാനുള്ളത് ടോപ്പിനേക്കാളും കൂടുതലായിട്ടുള്ള പാൻസിൻ്റെ കളക്ഷനാണ് കേട്ടോ. നമുക്ക് വീട്ടിലിടാൻ പറ്റുന്ന 3/4 ഞാനൊരു 3/4 എടുത്ത് വെച്ച് നോക്കി, പക്ഷേ എനിക്ക് ഫുൾ പാൻ്റ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. അപ്പോൾ 3/4 ലെഗിൻസ് ഉണ്ട്, ജെഗിൻസ് ഉണ്ട്, പലോസ ഉണ്ട്, പിന്നെ വെറൈറ്റി ജീൻസിൻ്റെയൊക്കെ മോഡൽ വരുന്ന ഫ്രീ സൈസിൽ വരുന്ന സ്കിൻ ഫിറ്റ് ആയിട്ടുള്ള ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ദേവനെ വെച്ച് കാണിച്ചു ഓരോന്നും എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ ദേവൻ പറയുന്നത് കൊള്ളാന്ന്. പിന്നെ അത് കഴിഞ്ഞ് ഏറ്റവും അവസാനമായിട്ട് വന്നത് നമ്മുടെ ടോപ്സിലോട്ടായിരുന്നു. അത് കണ്ടപ്പോൾ എനിക്ക് ആകെ പ്രാന്ത് പിടിച്ചു. ഏതെടുക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരു പ്രാന്തിയുടെ കൂട്ട് അലഞ്ഞു തിരിഞ്ഞ് ഞാൻ നോക്കുമായിരുന്നു. പക്ഷേ അപ്പോഴത്തേക്കിനും സമയം ഒരുപാട് വൈകിയിരുന്നു. 9:30 ഈ ഒരു ടോപ്പൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നോക്കാൻ, അതായത് നന്നായിട്ട് നോക്കിയെടുക്കുമെങ്കിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ കുറേ ഐറ്റംസൊക്കെ നമ്മൾ ഇവിടെ നിന്ന് എടുത്തു. അപ്പോൾ നിങ്ങളാരെങ്കിലും നമ്മുടെ ഈ ഒരു അടുത്ത ലൊക്കേഷനിലുണ്ടെങ്കിൽ നമുക്ക് പോകാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലമാണ്. അത് നമ്മൾ വെളിയിലോട്ട് ഇറങ്ങി വരുമ്പോഴത്തേനും 9:30 സമയമൊക്കെ ആയിട്ടുണ്ട്. വെളിയിൽ കുഞ്ഞൊരു സ്റ്റോളുണ്ട്, അവിടെ ഇതേപോലത്തെ ഐറ്റംസൊക്കെയാണുള്ളത്. മിഠായി ഉണ്ട്, ഫാൻസി ഉണ്ട്. അത്യാവശ്യം ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു കുഞ്ഞ് ഓണം പർച്ചേസൊക്കെ ചെയ്യാൻ കേട്ടോ. അതേപോലത്തെ ഉള്ള എല്ലാ ഐറ്റംസും ഉണ്ട്. അതേപോലെ തന്നെ ഉള്ളിൽ നൈറ്റി, കൈലി, വെള്ളമുണ്ട്, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഉണ്ട്. അപ്പോൾ സമയം ഒരുപാട് വൈകിയുണ്ട്. നമ്മൾ അതിനുള്ളിൽ നിന്ന സമയം അറിയത്തില്ല. സമയം ഒരുപാട് വൈകിയുണ്ട്. നമ്മൾ പിന്നെ അതെല്ലാം നിർത്തി വെച്ചിട്ട് ബില്ല് അടിച്ച് വെളിയിൽ വന്നു. സാധാരണക്കാർക്ക് പോകാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമായിട്ട് തോന്നി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മസ്റ്റായിട്ട് പോയി വിസിറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.